മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡെലിവറൻസിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ മെറ്റന മിനിസ്ട്രീസിൽ വിശ്വാസത്തിൽ വളരുക എന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 22 തൊട്ട് 34 വരെയുള്ള എപ്പിസോഡുകളിൽ 22 തൊട്ട് 34 വരെയുള്ള എപ്പിസോഡിൽ പ്രാർത്ഥന ഏത് രീതിയിലാണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. കുറേ എപ്പിസോഡുകളിൽ പറഞ്ഞാൽ അതെല്ലാം ജനറൽ പ്രിൻസിപ്പിൾസാണ്, പ്രാർത്ഥനയുടെ ചില പ്രിൻസിപ്പിൾസാണ്. ആ പ്രാർത്ഥനയിൽ നിരതരായി മടുത്തു പോവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ശക്തിയും വിടുതലും വന്നു ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഒന്നും പറയാനില്ല, കാരണം ദൈവവചനത്തിൽ നിന്നാണല്ലോ പറഞ്ഞത്. എന്നാലും ഈ വിടുതലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4-5 എപ്പിസോഡിൽ ഇനിയും പ്രാർത്ഥനയെക്കുറിച്ച് ചുരുക്കമായി പറയാം എന്ന് വിചാരിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരുപാടെടുത്ത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നതും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ മുഴുവൻ പ്രാർത്ഥനയെക്കുറിച്ചാണ്. 5-ാം വാക്യം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം പ്രാർത്ഥന മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ദിസ് എ പ്രെയർ. കോടതികളിലൊക്കെ ഒരു പ്രെയർ ഉണ്ടല്ലോ. നമ്മൾ കോടതിയിൽ ജഡ്ജിൻ്റെ മുമ്പിലൊരു പ്രെയർ, ഫാക്റ്റ് എല്ലാം ഇതാണ്, നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിരുന്നു, പാപം ചെയ്തു അല്ലെങ്കിൽ കുറ്റം ചെയ്തു, അതുകൊണ്ട് അതിൽ നിന്ന് വിടുവിക്കണം അല്ലെങ്കിൽ ചെറിയ ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയൊരു പ്രെയർ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കോടതിയിൽ വിധിയായിട്ട് ജഡ്ജി പ്രഖ്യാപിക്കും. ആദ്യം ചെയ്യുന്നത് കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് വിധി പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ ഈ ചെയ്തതിന് തെളിവൊന്നുമില്ല അല്ലെങ്കിൽ ആളിനെ കുറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അത് ഡിസ്മിസ് ചെയ്ത് കളയും. ഇതെല്ലാം ചെയ്യുന്നത് ജഡ്ജാണ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊരു പ്രെയർ സബ്മിറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യം ചിന്തിക്കുക: നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. വി ആർ ഹെൽപ്ലെസ്. സോ നീ പ്രവർത്തിക്കണം. ആരാ? ദൈവം പ്രവർത്തിക്കണം എന്നുള്ള ഒരു സബ്മിഷനാണ് ആദ്യം നമ്മൾ പ്രെയർ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കർത്താവേ, നീയാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്, നീയാണത് ചെയ്തു തരേണ്ടത്. അത് ചെയ്യുമ്പോൾ, അത് പറയുമ്പോൾ തന്നെ ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രാർത്ഥനയുടെ ആദ്യത്തെ പടി നമ്മൾ കടന്നു, സക്സസ്ഫുള്ളായി എന്ന് നമ്മൾ ചിന്തിക്കാം. 6-ാം അധ്യായത്തിൽ വരുമ്പം ഇങ്ങനെയാണ്: കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നും പറഞ്ഞ് 5-ാം വാക്യത്തിൽ തുടങ്ങുന്നത്. അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് ജൂയിഷ് കൺസെപ്റ്റ്, ജൂയിഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് യേശുക്രിസ്തു പറയുന്നത്. മനുഷ്യർക്ക് വിളങ്ങണം എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കും. നീ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ ഉള്ളിൽ കടന്ന് രഹസ്യത്തിൽ ഇരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ജാതികളെ പോലെ ഒരുപാട് പറഞ്ഞാൽ കിട്ടും എന്ന് വിചാരിക്കരുത്. അവരോടുകൂടെ ഒന്നും തുല്യരാകരുത്. നീ യാചിക്കുന്നതിന് മുമ്പേ സ്ഥലം നിൻ്റെ അറിയും. നമ്മൾ എപ്പോഴും ചിന്തിക്കും ദൈവത്തിനെല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ ചെയ്യും. എന്നാൽ ദൈവം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് സന്തോഷമാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. അതിന് പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യം തൊട്ട് താഴോട്ട് 15-ാം വാക്യം വരെ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. സാധാരണ ഇന്ന് പല ചർച്ചസിലും പല ഡിനോമിനേഷൻസിലും ഒക്കെ ഇതിങ്ങനെ പല സമയങ്ങളിൽ ഉരുവിട്ട് പറയാറുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ
പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥനയുടെ ആ മീനിങ്, ആ കണ്ടൻ്റ് എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഈ പറയുന്നവരത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉരുവിട്ടിങ്ങനെ പറയാറുണ്ട്. അത് ആളത് മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ അതിനകത്തുള്ള എല്ലാ മീനിങ്, 5-6 സ്റ്റെപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആ എപ്പിസോഡ് 22 തൊട്ട് 34 വരെ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ മിഷൻ എന്ന് പറയുന്നത് നിൻ്റെ രാജ്യം വരയണമേ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ് ഏദൻ തോട്ടത്തിൽ വെച്ച് അവൻ്റെ രാജ്യം വന്നു. ആ രാജ്യം അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ ഇവിടെയും നടക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചില പടികളാണ് പറയുന്നത്. സഹോദരനെ കൂട്ടുന്ന കാര്യം, നമ്മുടെ ആവശ്യങ്ങളുടെ കാര്യങ്ങൾ, ദുഷ്ടനിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അതിനകത്ത് അത് ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ കാണാം. അപ്പോൾ ഈ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഏത് രീതിയിലാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. അതിനോട് ചേർന്ന് തന്നെ ഉപവസിക്കുന്ന കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് ഉപവസിക്കുന്ന കാര്യം, പ്രാർത്ഥനയുടെ കാര്യം, ഈ ഉപവാസവും പ്രാർത്ഥനയുടെയും കാര്യം സെപ്പറേറ്റ് നമ്മൾ ഈ വരുന്ന സെഷൻസിൽ ഡീൽ ചെയ്യുന്നതാണ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഉപവാസത്തിൻ്റെ കാര്യമാണ്. പിന്നെയും താഴോട്ട് ആ അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഇരുണ്ടു പോകുന്ന കാര്യവും 2 യജമാന്മാരെ സേവിപ്പാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യവും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയിൽ മിക്കവാറും എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനെ വ്യാകുലപ്പെട്ട് ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് യേശു അതിനകത്ത് പറഞ്ഞത്, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും, എന്ത് ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശത്തിലെ പറവയെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ജാതികളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവസാനം അതുകൊണ്ട് എൻഡ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഈ പ്രാർത്ഥനയിൽ സാധാരണ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ രാജ്യം വരികയും നമ്മളെ ഈ പിശാചിൻ്റെ പിടിയിൽ, പരീക്ഷയിൽ നിന്ന് വിടുവിച്ച് മറ്റുള്ളവരോട് ക്ഷമിച്ച് സ്നേഹത്തിൽ ജീവിക്കാനായിട്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പ്രാർത്ഥനയിൽ വരണം എന്നുകൊണ്ട് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇത് തന്നെയാണ് ആ പ്രാർത്ഥനയിൽ പറഞ്ഞ്, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ രാജ്യം. അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിൽ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വറിയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയുള്ള നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥനയിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിലുള്ള ചില റെഫറൻസിൽ കൂടി നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നതാണ്. മത്തായി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞാണ്, ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡിലൊക്കെ യാചിപ്പീൻ, 7:7, യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതുപോലെ താഴെ 11-ാം വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അത് നന്മ നമ്മൾ യാചിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? നന്മ, സ്വർഗസ്നായ പിതാവ്, നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഗുഡ് ഗിഫ്റ്റ്സ്, നന്മകൾ, ഗുഡ് തിങ്സ്. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. നേരത്തെ പറഞ്ഞ് ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യും, അവൻ്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ 7-ാം വാക്യത്തിൽ പറയുമ്പോഴത്തേക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളാണെന്ന് യേശുവിനറിയാം, നമുക്കെല്ലാം അറിയാം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യാകുലരാകുന്നു, പ്രയാസപ്പെടുന്നു, രോഗാവസ്ഥയിൽ വരുന്നു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, മരണം ഫേസ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വ്യാകുലചിത്തരാകും, നമ്മൾ
ഉള്ളിൽ നമ്മുടെ പ്രയാസങ്ങൾ വരും, നമ്മൾ നെടുവേർപ്പിടും, മൂലയിലേക്ക് വിഡ്രോ ചെയ്യും. ഇതെല്ലാം കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ നല്ല ദാനങ്ങളെ വേണ്ടി ചോദിക്കുക, ചോദിച്ചാൽ നിങ്ങൾക്ക് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും എന്ന് പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേ യാചിച്ച് അവസാനം എന്താണ്, കൊത്തി മുറത്തിക്കയറി കൊത്തരുത് എന്ന് പറയുന്ന പോലെ യാചിച്ച് നമ്മളെ യാചനയൊക്കെ ലിമിറ്റ് വിട്ടൊക്കെ അങ്ങ് പോവുക. ലിമിറ്റ് വിട്ടു പോകുന്ന പ്രാർത്ഥനകളാണ് അവിടെ പറയുന്നത്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. അവിടെ എഴുതിയേക്കുന്നത് യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവേണ്ട, വല്ലാതെ യാചിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ ചോദിച്ച് അവസാനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് പണം തരണം, എനിക്ക് ലോട്ടറി അടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം പലപ്പോഴും ഉത്തരം തരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ നമ്മുടെ ശിഷ്യന്മാരും അതുപോലെ തന്നെ സുവിശേഷം അറിഞ്ഞവരും പ്രാർത്ഥന, അപ്പോസ്തല പ്രവൃത്തി 6:4 പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നതായിട്ട് കാണും. അവർക്ക് തീ കത്തിയത് എന്താണ്? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് തീ കത്തിയത്. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കണം, അതിനുവേണ്ടി എൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി അവർ വചനഘോഷണത്തിലും പോയി. അവിടെയാണ് പ്രാർത്ഥന വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന കാര്യം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 4:31 പറഞ്ഞാണ്, രാജ്യം വളരണം, അതുപോലെ ശക്തിയായി സുവിശേഷം പ്രസംഗിക്കണം, അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അവിടെ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 4:31. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വർധനവിനായി എന്ന് നമ്മളെ കാണുന്നു. അതുപോലെ സങ്കീർത്തനം 50:15 ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് പറയുന്ന, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോഴേ സാധാരണ കഷ്ടങ്ങളിൽ വിളിച്ചപേക്ഷിക്കും. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം, പ്രയാസം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കാര്യം. സാധാരണയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മളെ കാണുന്നത് ജനറലി പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോഴും ഒക്കെയുള്ള പ്രാർത്ഥന. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ദൈവം മനുഷ്യർക്ക് ദുഃഖവും പ്രയാസവും ഒക്കെ കൊടുത്താൽ നല്ലതാണല്ലോ. കാരണം എങ്കിലേ അവർ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഈസി ഗോയിങ് ആണെങ്കിൽ പലപ്പോഴും പ്രാർത്ഥിക്കുകയില്ല. കാരണം എല്ലാം ദൈവം നടത്തി തരുന്നു, ഒരു പ്രശ്നമില്ലാത്തവർക്ക് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കും. അത് ബിസി ഫോർ പ്രെയർ, പ്രാർത്ഥിക്കാനായിട്ടൊന്നും അവർക്ക് പലപ്പോഴും സമയമില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് യെശയ്യാവ് 40:31 എഴുതിയിരിക്കുന്നത്. ഈ കാത്തിരിക്കുമ്പോഴേ പ്രാർത്ഥനയിൽ കാത്തിരുന്നാൽ പരിശുദ്ധാത്മ ശക്തിയെ നമുക്ക് പുതുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയമില്ല എന്നൊരു പറയുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകത്തില്ല. പ്രാർത്ഥനയിലിരുന്നാൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. പല കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടി നടക്കും. പ്രാർത്ഥനയെക്കുറിച്ചുള്ള മുഖവരയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ടു ഗോഡ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. സംഭാഷണം എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് ആവാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ഓർക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് മാത്രമല്ല ഇങ്ങോട്ട് നമ്മൾ കേൾക്കുകയും വേണം, എങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോട് അങ്ങോട്ട് പറയുമ്പോൾ ദൈവം ഇങ്ങോട്ട് പറയുന്നത് എങ്ങനെയാണ്?
നമ്മോട് പറയുന്ന 2-3 രീതിയിൽ പറയും. ഒന്ന് ദൈവവചനത്തിൽ കൂടി സംസാരിക്കും, 2 സാഹചര്യങ്ങൾ കൂടി സംസാരിക്കും, 3 നമ്മുടെ ആത്മാവോട് നേരിട്ട് സംസാരിക്കും. ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ കൂടിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് നമുക്കറിയുന്നത്. നമ്മൾ പല രീതിയിൽ അതിന് ഉത്തരം തരും. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡുകളിലുണ്ട്. ചിലപ്പോൾ പെട്ടെന്നുള്ള ഉത്തരവായിരിക്കും, ചിലപ്പം വെയിറ്റ് എന്നായിരിക്കും, ചിലപ്പോൾ നോ ആയിരിക്കും. ഇതെല്ലാം ദൈവം പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാതെ വഴിയിലിട്ടിട്ട് പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ പിടിച്ച് നടത്തുന്ന ദൈവമാണ്. കർത്താവിൻ്റെ മക്കളായി തീർന്നാലേ അവൻ്റെ അധികാരത്തിലും അവകാശത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ അവകാശത്തിലും അധികാരത്തിലും നമ്മൾ നിൽക്കുമ്പോഴേ അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. നമ്മൾ മറന്നു പോകരുത്. നമ്മളെപ്പോഴും അത് മറക്കുന്നു എന്നുള്ളതാണ്. ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, ദൈവമേ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ നിരാശപ്പെട്ട് ചത്തുപോകുമല്ലോ എന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥ. ഒരിക്കലും അങ്ങനെ വരാനായിട്ട് പാടില്ല. ഒരുപാട് പ്രയറുണ്ട് ബൈബിളിൽ. ഹന്നയുടെ പ്രയർ നമുക്കറിയാം. അവളിങ്ങനെ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് മാത്രം ഇരുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ സമയത്ത് തന്നെ ആ പ്രാർത്ഥന കേട്ടു, അവൾക്ക് ഉത്തരം കൊടുത്ത് ശമൂവേൽ അവൾക്ക് വന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തുക. പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുക. രാവിലെയും വൈകിട്ട് ഒരു ചടങ്ങ് തീർക്കുന്ന പോലുള്ളൊരു പ്രാർത്ഥനയല്ല. അയ്യോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും, അതുകൊണ്ടൊരു ചടങ്ങ് തീർത്ത് കളയാം എന്നുള്ളൊരു പ്രാർത്ഥനയല്ല. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലെ നീഡ് മനസ്സിലാക്കി യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ അറയിൽ പോയി അടച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതിൻ്റെ രഹസ്യത്തിൽ കാണാൻ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് കാണിച്ചു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അകത്ത് തന്നെ ഉള്ളിൽ തന്നെ പോയി ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ നീഡ് എത്രയുണ്ടെന്ന് നമുക്ക് വീണ്ടും പറയാം. നമ്മൾ ഈ മുഖവരിയായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും നമ്മൾ കുറേ എപ്പിസോഡ് കഴിയുമ്പോഴേ പ്രാർത്ഥന തീരുള്ളൂ. പ്രാർത്ഥനയുടെ ശക്തി എങ്ങനെയാണ് പ്രാപിക്കുന്നത് നമ്മൾ മനസ്സിലാവുള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മുഖവരിയായിട്ട് മാത്രമാണ് പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതാണ് പറഞ്ഞത്. പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി ഇതിൻ്റെ കൂടുതലായിട്ട് ആസ്ക്, സീക്ക് എന്നുള്ള യാചിപ്പീൻ, അന്വേഷിപ്പീൻ എന്നൊക്കെയുള്ള ഓരോ എപ്പിസോഡുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. നോക്ക്, ആസ്ക്, സീക്ക് എന്നുള്ള എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്ഫുൾനെസ്, അതുപോലെ ആക്സിയുടെ അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ്, സപ്ലിക്കേഷൻ, ഇതെല്ലാം നേരത്തെയുള്ള എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കയറാതിരുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥനയുടെ കണ്ടൻറ്റുകളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ എങ്ങനെ അതിൽ നിന്ന് ശക്തി പ്രാപിക്കാം, എങ്ങനെ നമുക്ക് ഡെലിവറൻസ് വരാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്തകൾ. ഇന്നത്തെ ചിന്തകൾ നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുകയും അവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കാരണമായി തീരുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഏത് രീതിയിലുള്ളതെന്ന് ശോധന ചെയ്യുവാനായിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ ഇടവരുത്തണമേ. കർത്താവെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിപ്പാനായിട്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തെ കാത്തിരിക്കുന്നവരെ, കർത്താവെ കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരതരായിരിക്കാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അപ്പോഴേ ഞങ്ങളെ ശക്തിയിൽ ഞങ്ങളെ പുതുക്കം പ്രാപിക്കുമെന്നതിൻ്റെ വായനത്തിലുണ്ട്. അത് നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനേക നാളുകളായിട്ട് പ്രാർത്ഥനയിൽ കൂടി പല കാര്യങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ദൈവസന്നിധിയിൽ. കർത്താവെ ചില ഉത്തരങ്ങൾ അവർക്ക് കിട്ടാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ എപ്പിസോഡുകൾ കഴിയുമ്പോഴേ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ എപ്പിസോഡ് കഴിയുമ്പോഴേ അതിനെല്ലാം ഉത്തരം വന്നു ചേരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിൽ എന്നോടിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വലിയ ഉത്തരങ്ങൾ, തടഞ്ഞിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഏതൊക്കെ റിക്വസ്റ്റ് ആണെങ്കിലും ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കും. ദൈവം അതിന് ഉത്തരം തരും എന്ന് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. കഷ്ടകാലത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം.
നിങ്ങളുടെ കഷ്ടങ്ങളെ പ്രയാസങ്ങളെ കാണാത്ത ദൈവമല്ല, അതിന് നിങ്ങളെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. ഈ രാത്രികാലം ദൈവത്തിൻ്റെ കൃപയിൽ പൊതിയട്ടെ, സഹായിക്കട്ടെ, വിടുതൽ കൊടുക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർമാനമായിട്ടിത് കാണണം. പ്രത്യേകിച്ച് എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് വരുന്നതാണ്. തുടർമാനമായിട്ടിത് വാച്ച് ചെയ്യണം. പ്രയർ റിക്വസ്റ്റുകൾ അയച്ച് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.